മലയാളി അഭിമാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഏറ്റെടുത്ത ടേക്ക് ഓഫ് എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി ആ ചിത്രത്തിലെ മെയിൻ രണ്ട് കഥാപാത്രങ്ങൾ ചെയ്ത രണ്ട് ആലപ്പുഴക്കാർ രണ്ട് സുഹൃത്തുക്കൾ നമ്മളിപ്പോൾ ഉണ്ട്. വെൽക്കം. വെരി ഹാപ്പി ടു ഹാവ് യു ബോത്ത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ രണ്ടുപേർക്കും കൺഗ്രാറ്റ്സ്. ഇത്രയും മികച്ചൊരു സിനിമയുമായി ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിയതിന്. ടേക്ക് ഓഫ് എന്ന സിനിമയുടെ നമ്മുടെ എൻ്റെ തുടക്കം പ്രാരംഭഘട്ടങ്ങളിലേക്ക് പോവാം. എങ്ങനെയാണ് ഇതിലേക്ക് ലാൻഡ് ചെയ്യുന്നത്? അതിനു മുമ്പ് കൺഗ്രാറ്റ്സ്. നമ്മൾ ഞങ്ങളുടെ ആദ്യത്തെ ഒരുമിച്ചുള്ള ഇന്റർവ്യൂ ആണ്. സോ ഹാപ്പി ഫോർ ദാറ്റ്. ശരിക്കും രാജേഷ് പിള്ള വിയോഗത്തിന് ശേഷം ഇങ്ങനെ ഒരു ഫിലിം രാജേഷ് പിള്ള ഫിലിംസിന് വേണ്ടി ചെയ്യണം എന്ന് തീരുമാനം ഉണ്ടാവുകയായിരുന്നു പെട്ടെന്ന്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ മഹേഷിൻ്റെ കയ്യിലൊരു ചെറിയൊരു കഥയുണ്ടായിരുന്നു. ഇതല്ലായിരുന്നു സംഭവം. ഒരു ചെറിയൊരു ഫീൽ ഗുഡ് ഒരു ഫാമിലി സംഭവമായിരുന്നു. അപ്പോൾ ഇതിൽ ഞങ്ങളാരും ഇതുവരെ ചെയ്യാത്ത ക്യാരക്ടേഴ്സാണ് ഞങ്ങളെല്ലാവരും പോർട്രേ ചെയ്തിരിക്കുന്നത്. ഇപ്പം പാവതി ആണെങ്കിലും ഫഹദ് ആണെങ്കിലും ആസിഫ് ആണെങ്കിലും ഞാനാണെങ്കിലും ഇതുവരെ ചെയ്യാത്ത ക്യാരക്ടേഴ്സാണ് എല്ലാവരും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലുണ്ടായിരുന്നു, ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതിലുപരി രാജേഷിന് വേണ്ടി ചെയ്യുന്നൊരു സിനിമ എന്നുള്ളൊരു പാഷനും ഒരു എന്താ പറയുക ഒരു കമ്മിറ്റ്മെൻറ്റും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഒരു ചെറിയ പടം എന്നുള്ള രീതിയിൽ തുടങ്ങുകയും ഒരു വലിയ രീതിയിലേക്ക് മാറുകയും അത് തിയേറ്ററിലേക്ക് വന്നപ്പോൾ അതിനേക്കാളും വലിയ രീതിയിൽ ആൾക്കാരത് ഏറ്റെടുക്കുകയും ചെയ്തു. അതെ, കാരണം IMD പോലുള്ള റിവ്യൂസൊക്കെ ഇടുന്ന അതിൽ 10ൽ 9 ആണ് നമ്മുടെ ബാക്കി. അതായത് എനിക്കൊന്ന് ദങ്കലിന് പോലും 7ന് മുകളിലൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ കൺഗ്രാറ്റ്സ്. അപ്പോൾ ഫഹദ് എങ്ങനെയാണ് മനോജിലേക്ക് എത്തുന്നത്? ഞാൻ ടേക്ക് ഓഫിന്റെ ഏറ്റവും അവസാന കാലഘട്ടത്തിൽ അതിന്റെ ഒരു ഭാഗമായ ആളാണ്. ചെറിയ പടം ചെയ്യാൻ പോകുന്നു പറഞ്ഞിട്ട് ഈ കഥയാണ് എന്നോട് പറഞ്ഞത്. ചെറിയ പടം ഏതാ ഇത് വലിയ കഥ ചെറുതായിട്ട് ഷൂട്ട് ചെയ്യണം എന്നാണ് മഹേഷ് ആദ്യം പറഞ്ഞത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് 2-3 മാസങ്ങൾ കഴിഞ്ഞൊരു സമയത്ത് ഇന്ത്യൻ അംബാസഡറിന്റെ റോളുടെ കാര്യം എന്നോട് പറയും. ഇതിനെല്ലാം ഉപരി കുറെ നല്ല സുഹൃത്തുക്കള്, നമ്മളോടൊപ്പം ഇല്ലാത്തൊരു സുഹൃത്തിന് വേണ്ടി ഒരു പുള്ളിയുടെ ഓർമ്മയിൽ ഒരു പരിപാടി ചെയ്യുമ്പോൾ അതെ തീർച്ചയായും എനിക്ക് ഈ സിനിമയുടെ ഭാഗമാകണമെന്ന് തോന്നി. ബാക്കിയെല്ലാം രണ്ടാമതാണ്. എനിക്കൊന്നും ആദ്യം ഷൂട്ട് തുടങ്ങുന്ന ഫഹദിന്റെയും പാർവതിന്റെയും പോർഷൻസ് ആണ്. ഞാൻ കുറച്ച് കണ്ടാണ് എൻ്റർ ചെയ്യുന്നത്. ഞാൻ വന്ന ആ ദിവസം തന്നെ എൻ്റെ ക്ലൈമാക്സ് സീനാണ്. അവിടെ തന്നെ ഞാൻ തലക്കടി കൊണ്ടുപോയി. അതിനു മുമ്പ് ഞാൻ വന്ന് ലാൻഡ് ചെയ്തപ്പോൾ തന്നെ മഹേഷ് എന്നെ എടുത്ത പോർഷൻസ് കാണിച്ചു. ഞാൻ ഇത് കണ്ടിട്ട് ആദ്യം ചോദിച്ചത് ഇത് പാർവതി കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല ശരിക്കും. ഞാൻ ചോദിച്ചത് എൻ്റെ കണ്ണിൻ്റെ കുഴപ്പമാണോ, പ്രായമൊക്കെ ആയി തുടങ്ങി. അത്രയ്ക്ക് ചേഞ്ച് ആയിരുന്നു റിയൽ പാർവതിയും ഞാൻ ഇതിനു മുമ്പ് നേരിട്ട് കണ്ട പാർവതിയും ഓൺ സ്ക്രീൻ കണ്ട പാർവതിയും. അതുപോലെ തന്നെ ഫഹദിൻ്റെ പോർഷൻസും കാര്യങ്ങളും അതെല്ലാം കണ്ടപ്പോൾ മഹേഷ് നമുക്ക് ഉറപ്പ് നൽകിയ കാര്യങ്ങളിൽ യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. കുറച്ചും കൂടെ നന്നായോ എന്നുള്ളൊരു സംശയം മാത്രമേ ബാക്കിയെന്നുള്ളൂ. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർക്കും എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ത്രിൽ ഫാക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ടേക്ക് ഓഫ് ഇത്ര നല്ല രീതിയിൽ ടേക്ക് ഓഫ് ചെയ്യാൻ ഉള്ള മറ്റൊരു കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സപ്പോർട്ടും സഹായങ്ങളും ചെയ്യുന്ന ഒരു നല്ലൊരു പ്രൊഡക്ഷൻ പ്രൊഡ്യൂസേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെത് ആണ് ഈ പറഞ്ഞ പോലെ IMDയിൽ 10-9 കിട്ടാൻ കാരണം. 9 കിട്ടിയ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടാണല്ലേ. 10 കിട്ടാൻ അതൊന്നും അവിടെ പോയതുകൊണ്ടാണ്. അത് അവർക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും. കാരണം ഞങ്ങൾ വളരെ ടഫാണല്ലോ. അപ്പൊ ഈ ട്രൂ ഇൻസിഡൻസുമായി ബന്ധപ്പെട്ട് അവിടുത്തെ നഴ്സുമാര് അല്ലെങ്കിൽ ഇപ്പൊ മനോജ് എന്ന് പറയുന്ന ക്യാരക്ടർ തന്നെ ഒറിജിനലി ഉണ്ടായിരുന്ന ക്യാരക്ടറാണ്. അജയ് കുമാർ. അതെ, 40-42 ഉണ്ടായിരുന്നു അല്ലേ? അത് ഫഹദിന്റെയും പാർവതിയുടെയും ക്യാരക്ടേഴ്സാണ് ഈ പറഞ്ഞൊരു റിയൽ ലൈഫ് ഒരു ഇൻഡിവിജ്വൽസ് എന്ന രീതിയിൽ നമുക്ക് ഉള്ള ആൾക്കാർ. ബാക്കിയെല്ലാം കുറെയൊക്കെ ഫിക്ഷണലൈസ് ആണ്. ബേസിക്കലി നമ്മളിങ്ങനെ ഒരു റിയൽ ഇൻസിഡന്റ് സിനിമയാക്കാൻ നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇത് നമ്മൾ എത്ര ഡോക്യുമെന്റ് ചെയ്താലും എത്ര ഇത് ചെയ്താലും ആൾക്കാർ എൻഗേജ്ഡ് ആവണം. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഇപ്പം മഴ പെയ്യുന്ന പോലെ അല്ലല്ലോ മോട്ടർ കൊണ്ട് വെള്ളം അടിക്കുന്നത്. ഈ വ്യത്യാസമുണ്ട് റിയലും സിനിമയായിട്ട്. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്റർടൈൻമെന്റ് ഫാക്ടറാണ്. ഞങ്ങൾ ആദ്യത്തെ ഷോ റിലീസ് ചെയ്തപ്പം കോട്ടയത്ത് തിയേറ്ററിൽ കാണാൻ ചെന്നപ്പോൾ അതിലെ മെറീന എന്ന് പറയുന്ന മെയിൻ ക്യാരക്ടർ റിയൽ ലൈഫ് നേഴ്സ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു സിനിമ കൂടെ കാണാനായിട്ട്. കുറെ എല്ലാവരെയും നമ്മൾ ഒന്ന് കൊണ്ടുവരാണ്ട് നോക്കി. പക്ഷെ എല്ലാവരും പല സ്ഥലങ്ങളിൽ പല ജോലികളല്ല ഇതേ ജോലികളായിരുന്നു പല സ്ഥലങ്ങളായിട്ട് വിദേശത്തൊക്കെയാണ്. ഭയങ്കര ഇമോഷണൽ ആയിട്ടുണ്ടാവുമല്ലോ, കാരണം അവർ അനുഭവിച്ചൊരു സംഭവം ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. ബ്രേക്ക് ഡൗൺ
അത് തന്നെ ഒരു വലിയൊരു കോംപ്ലിമെന്റ് ആണ്. പടം കണ്ടു കഴിഞ്ഞിട്ട് ഒരു ഒരു ഇതേപോലത്തെ ഒരു ചാറ്റിങ്ങിൽ ഇരുന്നപ്പം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, ഇറാഖിൽ പോയി ഷൂട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് പേടിയൊന്നും തോന്നിയില്ല? ശരിക്കും ഇവിടെ ഇറാഖോ? ഇറാഖിലെ ആൾക്കാർക്ക് വെള്ളമില്ലാതെ കഷ്ടപ്പെടുക, അതിനിടയിലാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഒരു സീക്വൻസ് ശരിക്കും അത് എല്ലാ ടെക്നീഷ്യൻസിനെയും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതായത് ഒരു സീൻ തുടങ്ങുന്നത് ഒരു ഹോസ്പിറ്റലിൻ്റെ റൂമിനകത്ത്, അത് എറണാകുളത്താണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അവിടുന്ന് 3 പേരും കൂടെ ഓടി പുറത്തോട്ട് ഇറങ്ങുന്നത്, ബിൽഡിങ്ങിന്റെ പുറത്തോട്ട് ഇറങ്ങുന്നത് ഹൈദരാബാദിലാണ്. അവിടുന്ന് പിന്നെ പുറത്തോട്ടൊരു സ്ട്രീറ്റിലോട്ട് പോകുന്നത് റാസൽ ഖൈമയിലാണ്. പക്ഷെ അതൊരിക്കലും പല സ്ഥലങ്ങളാണ് അല്ലെങ്കിൽ പല രാജ്യങ്ങളാണ് എന്നുള്ളത് നമുക്കൊരിക്കലും ഫീൽ ചെയ്യത്തില്ല. അത് ശരിക്കും പടം കണ്ടു കഴിഞ്ഞിട്ടൊരു ഒരു ആളെന്നെ വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യമാണ്. അത് ഭയങ്കര ഒരു കോംപ്ലിമെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അതായത് പടം തുടങ്ങുന്നതിന് മുമ്പാണ് ശരിക്കും നമ്മുടെ നാഷണൽ ആന്തം പ്ലേ ചെയ്യുന്നത്. പക്ഷെ പുള്ളി പറഞ്ഞത് പടം കണ്ട് തീരുമ്പോൾ ആ അവസാനം നാഷണൽ ആന്തം പ്ലേ ചെയ്യണമായിരുന്നു എന്ന് പുള്ളിക്ക് ഫീൽ ചെയ്തു. അത്രയ്ക്കും ഒരു പേട്രിയോട്ടിസം ഫീൽ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതും ടേക്ക് ഓഫിന് ഭയങ്കര ഒരു കോംപ്ലിമെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ നിങ്ങൾ ഒരേ നാട്ടുകാര്, കളിക്കൂട്ടുകാര്, ആദ്യമായിട്ട് ഒരു സിനിമയിലേക്ക് അപ്പൊ നിങ്ങളൊരു സിനിമയിലേക്ക് അസോസിയേറ്റ് ചെയ്യുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ വർക്കും? ഞങ്ങള് ഒരു ഞെട്ടിപ്പിക്കുന്ന സത്യം പുറത്തു പറയാതിരിക്കുകയായിരുന്നു. നമുക്കൊരു ഷോട്ടാണ് ഞങ്ങൾ ഒരുമിച്ചുള്ളത്. അപ്പൊ അതെങ്കിലും ചെയ്യാം. ആ ഷോട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ചാക്കുഞ്ഞോട് പറഞ്ഞായിരുന്നു, അത് തന്നെ ഭയങ്കര ഭാഗ്യമാണ്. എന്റെ ഫാദറിന്റെ സിനിമയെ കൊണ്ടുവന്നത് ചാക്കോച്ചന്റെ ഫാദറാണ്. അതിനുപരി അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ്, അത് കഴിഞ്ഞാൽ കുടുംബങ്ങൾ തമ്മിലുണ്ടായ ബന്ധം. ഇപ്പം എന്റെ വീട്ടിലെ എല്ലാരെയും ചാക്കോച്ചൻ അറിയാവുന്ന പോലെ തന്നെ ചാക്കോച്ചന്റെ വീട്ടിലെ എല്ലാരെയും ഓരോരുത്തരെയും എനിക്കറിയാം. അപ്പം ഞാൻ ഈ ഷോട്ട് എടുക്കുന്ന വേഗം പറഞ്ഞു, നമ്മൾ എന്ത് ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. ഇങ്ങനെ ഒരു സിനിമയ്ക്ക് ഒരു ഷോട്ടിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് രണ്ട് ആക്ടേഴ്സ് ചെയ്യുന്ന പോലെ അല്ലായിരുന്നു അവിടെ. കുഞ്ചാക്കോ എന്ന് പറഞ്ഞ വ്യക്തിയും ഫഹദ് എന്ന് പറഞ്ഞ വ്യക്തിയും അവരുടെ പേഴ്സണൽ എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. ഇതിന് സിനിമയെക്കാളും കൂടി വേണേ വ്യക്തിയെ പറ്റി കുറെ പറയാനുണ്ട്. എന്റെ ഫാദറിനും ഭയങ്കര സന്തോഷം തോന്നിയൊരു മൊമെന്റ് ആണ് അത്. ഇത്രയും മികച്ചൊരു സിനിമയിൽ സംഭവിച്ചത് തീർച്ചയായിട്ടും അതെനിക്ക് തോന്നുന്നു. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നൊരു കാര്യം, ഇപ്പം എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്ന പാച്ചിക്കയാണ്. 20 വർഷങ്ങൾക്ക് ശേഷം, ഇറങ്ങി 20 വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമയിൽ പാച്ചിക്കയുടെ മകൻ്റെ കൂടെ എനിക്ക് അഭിനയിക്കാനായിട്ട് സാധിക്കുന്നു. അത് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു സംവിധായകൻ്റെ രാജേഷ് പിള്ളയുടെ പേരിലുള്ള ഒരു സിനിമയിൽ, അതൊരു നല്ലൊരു സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ഒരുമിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകളും എന്താ പറയുക സന്തോഷങ്ങളും ഈ സിനിമ നൽകുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയും സൗഹൃദത്തിലൊക്കെ ആവുമ്പോൾ തന്നെ നിങ്ങളുടെ മറ്റു സിനിമകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാച്ച് ചെയ്ത് ഷെയർ ചെയ്യാറുണ്ടോ? ഉറപ്പായിട്ടും. അപ്പൊ എനിക്ക് തോന്നുന്നു അവസാനം ഇറങ്ങിയ മഹേഷിന്റെ പ്രതികാരം തന്നെ ആയിരിക്കും ചാക്കോച്ചന്റെ മനസ്സിൽ ഹൈ പോയിന്റിൽ നിൽക്കുന്നത് അല്ലേ? ഉറപ്പായിട്ട്. ഇതില് എനിക്ക് ഫഹദിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ഷാനിനോട് നേരിട്ടും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം ഞാൻ പണ്ടൊരു റൊമാൻറ്റിക് ഹീറോ എന്നുള്ള രീതിയിൽ സ്റ്റാമ്പ് ചെയ്ത് സീൽ ചെയ്യപ്പെട്ട് അങ്ങനെ ഒരു പരിധി വരെ കോൺട്ര ചെയ്തിട്ടുള്ള ഒരു ആളാണ്. സമയമെടുത്ത് എനിക്ക് രക്ഷപ്പെട്ട് പറയാനൊക്കെ. ഷാനു ആദ്യം ഒരു സിനിമയിൽ അഭിനയിച്ച് ഈ പറയുന്ന പോലത്തെ ഒരു അത്ര നന്നായില്ല, ആൾക്കാർ അങ്ങനെ അക്സെപ്റ്റ് ചെയ്തില്ല. അതിനുശേഷം ഒരു വലിയ ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഭയങ്കരമായിട്ട് ഇവോൾവ് ചെയ്തു. അപ്പോഴും വളരെ ബ്ലണ്ടായിട്ട് അപ്പോഴും 1-2 സിനിമകൾ വിജയിച്ചപ്പോൾ ആൾക്കാർ പറഞ്ഞു ഇത് മറ്റൊരു കോഫി മഗും മറ്റേ ബോക്സർ ഷോർട്ട്സും ഇട്ട് അഭിനയിക്കാനേ അറിയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു മെട്രോ ലൈനിൽ അങ്ങനെ സ്റ്റേഷൻ ചെയ്യാൻ നോക്കി. പക്ഷെ അതിൽ നിന്നും മാറി പിന്നെ മഹേഷിന്റെ പ്രതികാരം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇന്ത്യൻ പ്രണയകഥ, അതേപോലെ സിനിമയിലെ നാടൻ കഥാപാത്രങ്ങൾ ചെയ്ത് അതും ആൾക്കാർ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഇവോൾവ് ചെയ്ത് എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് ഒരു പരിധിവരെ ആലപ്പുഴക്കാരൻ എന്നുള്ള രീതിയിൽ അഭിമാനം തോന്നുന്ന നിമിഷങ്ങളാണ്. കാരണം കുഞ്ഞുനാളിലെ കണ്ടു തുടങ്ങിയിട്ടുള്ള ചാക്കോച്ചൻ എന്നോട് ചെറുപ്പത്തിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു ഫോട്ടോ ഇപ്പോഴും എൻ്റെ വീട്ടിലുണ്ട്. ഞാനും ചാക്കോച്ചനും ബോബനങ്ങളും ബാപ്പയും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഞാൻ ചാക്കോച്ചനെ പിന്നെ കാണുന്ന അനീതി പ്രാവിന്റെ ഷൂട്ടിന്റെ സമയത്താണ്. അന്ന് ചാക്കോച്ചൻ ആദ്യം എന്നോട് പറഞ്ഞത്, താൻ എന്നോട് ഒരുപാട് ഡമ്പടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അത്രയും ചെറുപ്പത്തിൽ തൊട്ട് ചാക്കോച്ചനെ അറിയാവുന്നതാണ്. അത് തന്നെ
ഭയങ്കര രസമുള്ള കാര്യമല്ല എന്ന് വെച്ചാൽ എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാകുന്ന ഒരു ഭാഗ്യമല്ല. ഒരു ഡമ്പടിച്ച് പറയണോ? ലൈറ്റ് വേർഷൻ, ചെറിയൊരു സാധനം ഓർമ്മ വരുന്നില്ല. കുറെ ഉള്ളതുകൊണ്ട് ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഷാനു വന്നു പറഞ്ഞു, ചാക്കോച്ച വാപ്പച്ചി വന്നു, സിംഗപ്പൂരിൽ നിന്ന് വന്നു. ഒരു സൂട്ട് കേസ് ഉണ്ടായിരുന്നു, ബ്രീഫ് കേസ്. ബ്രീഫ് കേസിനകത്ത് എന്തായിരുന്നു അറിയാം? ഞാൻ അറിയില്ല. വാപ്പച്ചി റൂമിൽ നിന്ന് പുറത്ത് പോയപ്പോൾ ഞാൻ ബ്രീഫ് കേസ് തുറന്നു. കുറേ പീസ് കഷ്ണങ്ങളായ കുറേ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. എന്നിട്ട് പിന്നെ ഓരോന്നെടുത്ത് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് നോക്കുമ്പോൾ എന്താ AK-47 സിംഗപ്പൂരിൽ നിന്ന് ഫ്ലൈറ്റിൽ ഈ സാധനമൊക്കെ കേട്ടു. എന്നിട്ട് ഞാൻ കൊണ്ട് കുറച്ച് നേരം കളിച്ചു കൊണ്ട് തിരിച്ചതേപോലെ വന്നപോലെ സിനിമാറ്റിക് ആണ്. സിനിമയോട് ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. ഓക്കെ, എങ്കിലും അത്രയും വേണമെങ്കിൽ ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു യോബിന്റെ പുസ്തകത്തിലാണ് അങ്ങനെ അതേപോലത്തെ തോക്കൊക്കെ എടുക്കാൻ പറ്റിയത് അല്ലേ അതിനുശേഷം. അതെ 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 അതെ. അപ്പോ ഇനി ചാക്കോച്ചൻ ചെയ്ത സിനിമകളിൽ ഏറ്റവും പ്രിയപ്പെട്ട സിനിമകൾ, അല്ലെങ്കിൽ ചാക്കോച്ചനെ ഒരു ആസ് ആൻ ആക്ടർ കാണാൻ ഫഹദ് ആഗ്രഹിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണ്? എനിക്ക് ചാക്കോച്ചിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ നീതിപ്രാവാണ്. എന്ന് വെച്ചാൽ എല്ലാ രീതിയിലും വർക്കായ സിനിമയാണ്. ചാക്കോച്ചിന്റെ പ്രായവും അതിലെ എന്ന് വെച്ചാൽ ചാക്കോച്ചിന് ഓടിച്ച ബൈക്ക് വരെ എത്രയോ വർഷങ്ങളിൽ ആൾക്കാർ ഓടിച്ചു നടക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു ഫസ്റ്റ് ടൈം എൻട്രി അത് കഴിഞ്ഞ് മലയാളത്തിൽ ഉണ്ടായിട്ടില്ല, അതിന് മുമ്പ് മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പം എനിക്ക് പേഴ്സണലി നീതിപ്രാവാണ് ഏറ്റവും ഇഷ്ടം. പക്ഷെ എനിക്ക് ചാക്കോച്ചിനെ കാണാൻ ഇഷ്ടമുള്ള സിനിമകൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ട്രാഫിക്, ഹരികൃഷ്ണൻസിലെ കുറച്ചേ ഉള്ളൂ. പക്ഷെ ആ ചെറിയ ഒരു സ്പേസിൽ ചാക്കോച്ചൻ ഉണ്ടാക്കിയ ഇമ്പാക്ട് ഭയങ്കരമാണ് ആസ് എൻ ആക്ടർ. അതും മമ്മൂക്കയും ലാലേട്ടനെയൊക്കെ പോലുള്ള വലിയ ആക്ടേഴ്സിന്റെ കൂടെ നിന്നിട്ട് ആ ലെയറിങ് ചാക്കോച്ചിന് ഭയങ്കര വർക്കാവും. ഈ എന്താ പറയുന്ന ഒരു വൾണറബിലിറ്റിയും ക്യൂട്ട്നെസ്സും ഒരുപോലെ ചാക്കോച്ചിന് അതിനൊരു എന്താ പറയാ ഒരു ഗ്രാഫും മെഷർമെന്റും ഉണ്ട്. അത് ഏറ്റവും ഗ്രേസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചാക്കോച്ചനാണ്. അത് ടേക്ക് ഓഫിലും അതിന്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ്. ഈ ടേക്ക് ഓഫിൽ റിലീഫ് പോയിന്റ് എന്ന് പറയുന്നത് ഷഹീദാണ്. ഷഹീദാണ് ഹോപ്പ് കൊടുക്കുന്നത്. മെയിൻ ക്യാരക്ടറിന് കൊടുത്താൽ അത് പ്രേക്ഷകന് കൊടുത്ത പോലെ. അതെ അതെ, പാർവതിയെ കൂടെ സിമ്പത്തൈസ് ചെയ്യുന്നവർക്ക് ഹോപ്പ് കിട്ടുകയാണ്. ചാക്കോച്ചൻ വന്നിട്ട് കല്യാണം കഴിക്കാന്നൊക്കെ പറയുന്നത് ടേക്ക് ഓഫിന്റെ റിലീഫ് പോയിന്റ് അതാണ്. ചാക്കോച്ചിന്റെ ക്യാരക്ടറാണ്. അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു ആസിഫും ഇതില് വളരെ അതെ അതെ ആസിഫ് ഇതുവരെയായിട്ടും ചെയ്യാത്ത ഭയങ്കര വേറൊരു മെച്യൂരിറ്റിയിലാണ് ആസിഫ് ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി പാർവതിയായിട്ടുള്ള ഒരു എയർപോർട്ട് സീക്വൻസ് ഉണ്ട് മോനുമൊക്കെ ആയിട്ട്. ഭയങ്കര രസമായിട്ടാണ് ആസിഫ് ചെയ്തിരിക്കുന്നത്. അത് ഈസി അല്ല. സാധാരണ ഒരു മെയിൻ സ്ട്രീം ഒരു ഹീറോ ചിലപ്പോൾ ചെയ്യാൻ മടിക്കുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും. ഒരു സ്ക്രീൻ പ്ലേക്ക് അഗേൻസ്റ്റ് ഒരു ക്യാരക്ടർ വരുമ്പോൾ ആൾക്കാർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. പക്ഷെ ഡിസ്റ്റർബൻസ് ഇല്ലാതെ അയാൾ പറഞ്ഞാലും കാര്യമുണ്ടല്ലോ എന്ന് തോന്നുമ്പോഴാണ് ആക്ടർ കൺവിൻസിങ് ആവുന്നത്. അത് ആസിഫ് ഭയങ്കര എനിക്ക് വളരെ കൺവിൻസിങ് ആയിട്ടും വളരെ സട്ടിലായിട്ടും ചെയ്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതിലെ ക്യാരക്ടർ ചാക്കോച്ചന്റെ ക്യാരക്ടറിനെ പറ്റി ഷഹീദ് എന്നാണ് എന്റെ ക്യാരക്ടറിന്റെ പേര്. ഒരു മെയിൽ നേഴ്സാണ്. ഒരു പേഴ്സൺ വ്യക്തിപരമായി കെയർ ചെയ്യാൻ താല്പര്യമുള്ള ഒരു മനുഷ്യനാണ് ചാക്കോച്ചൻ അല്ലെ. അപ്പൊ എനിക്ക് ഒന്ന് മെയിൽ നേഴ്സിലേക്ക് ഈസി ആയിട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റും. അപ്പം ഇതിൽ ഞാൻ അഭിനയിച്ച സിനിമകളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ക്ലാപ്സ് കിട്ടിയിട്ടുള്ള ഡയലോഗുകൾ ചിലപ്പോൾ ഈ സിനിമയിലായിരിക്കും പറഞ്ഞിരിക്കുക. പക്ഷേ ആ ഡയലോഗുകൾ ഒരു എന്താ പറയുക നമ്മളൊരു RR-ന്റെ പിൻബലമോ അല്ലെങ്കിൽ ഭയങ്കര ഒരു എന്താ പറയുക ഒരു ബിൽഡപ്പും കാര്യങ്ങളൊന്നും കൊടുക്കാത്ത വളരെ സട്ടിലായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള ഡയലോഗുകൾക്കാണ് ക്ലാപ്സ് കിട്ടിയിരിക്കുന്നത്. അത് പൂർണ്ണമായിട്ടും ഡയറക്ടറിൻ്റെയും സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെയും മെറിറ്റാണ്. ഏറ്റവും അവസാനം സിനിമയ്ക്ക് എഴുന്നേറ്റ് നിന്ന് കൈയിടി കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പറയുമ്പോൾ തന്നെ രോമാഞ്ചം ഫീൽ ചെയ്യുന്ന സംഭവമാണ്. അല്ല, ആൾക്കാർ ഇത് അസോസിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് തന്നെ എന്ന് വെച്ചാൽ ഈ നഴ്സുമാരെന്നും പ്രൊഫഷൻ വിട്ടിട്ട് 19 സ്ത്രീകൾക്ക് ഉണ്ടായ ഒരു ട്രാജഡിയോട് ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു സമൂഹം മുഴുവൻ അസോസിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് തന്നെ ഒരു സിനിമയ്ക്കും ഹ്യൂമാനിറ്റിക്കും വലിയ കാര്യമാണ്. ഇമോഷണലി അത് സഫറിങ്സ് മനസ്സിലാക്കുകയാണല്ലോ അടിസ്ഥാനപരമായി എല്ലാ മനുഷ്യർക്കും വേണ്ടത്. അതെ, ഓക്കെ. അപ്പോൾ ഇതിലേറ്റവും നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിൽ തന്നെ വളരെ പാടുപെട്ട് കൊള്ളാം എന്ന് പറയുന്ന ആളുകളുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെ നോക്കിയാൽ ചാക്കോച്ചൻ ഏത് റിവ്യൂവിനെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഹൈ പോയിന്റിൽ വെക്കുന്നത്? ആരുടെ റിവ്യൂവിനെ? എന്റെ ഭാര്യയുടെ റിവ്യൂ. ഉള്ളത് പോലെ എന്റെ ചില പടങ്ങൾ തിയേറ്ററിൽ ഇരുന്ന് കണ്ടിട്ട് കൂവിയിട്ടുള്ള ആളാണ് എന്റെ ഭാര്യ. കോട്ടയത്തിരുന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കാണ് പുള്ളിക്കാരി എറണാകുളത്ത് ആദ്യത്തെ ഷോ നേരത്തെ തുടങ്ങി. അത് കണ്ടുകൊണ്ടിരിപ്പുണ്ട്. അപ്പം
ഞാൻ ഈ പ്രിയയുടെ കോൾ അല്ലെങ്കിൽ മെസ്സേജ് വരുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. കാരണം അതെനിക്ക് ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ്. ഉള്ള കാര്യം ഉള്ള പോലെ മയമില്ലാതെ പറയുന്നതാണ്. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ എറണാകുളത്ത് ഷോ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് റിപ്പോർട്ട് കിട്ടി. ആൾക്കാർ നല്ലത് പറയുന്നുണ്ട്, എന്നാലും എനിക്കൊരു വിശ്വാസം പോരാ. അപ്പം ഞാനതിൻ്റെ പ്രിയയെ വിളിച്ചു, ഡയൽ ചെയ്ത് നോക്കി, സ്വിച്ച്ഡ് ഓഫ്. എൻ്റെ ടെൻഷൻ പടപടാന്നിരിക്കാൻ തുടങ്ങി. കാരണം ഇത് എൻ്റെ സിനിമ ഇവൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കും, ഇഷ്ടപ്പെട്ട് കാണില്ല, അതായിരിക്കും ചിലപ്പോൾ ഫോൺ ഓഫ് ചെയ്ത് പറയാനുള്ളൊരു മടി കൊണ്ടായിരിക്കും. രാജേഷിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സിനിമയല്ലേ, എന്ത് വേണമെങ്കിലും ആവട്ടെ. അപ്പം അപ്പോഴേക്കും ഇവിടുത്തെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. ആൾക്കാർ വലിയ കുഴപ്പമില്ലാതെ എൻജോയ് ചെയ്യുന്നുണ്ട്, നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഞാൻ ഒരു വെച്ച ചിരിയായിട്ട് ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടൊരു സെക്കൻഡ് ഹാഫ് ആയപ്പോഴാണ് പ്രിയയുടെ മെസ്സേജ് വരുന്നത്, കലക്കി അതാണ് ഇതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അല്ല എനിക്ക് എന്താണ് ഇമോഷൻ കാരണം കരഞ്ഞു പോയി, അതുകൊണ്ടാണ് വിളിക്കാതിരുന്നത്. അതുകൊണ്ട് ഭയങ്കര ത്രില്ലായി. അത് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പടത്തിൻ്റെ ക്ലൈമാക്സ് സീക്വൻസുകളൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ഭയങ്കര ഇമോഷണലായി. ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടാവുമല്ലോ. എനിക്ക് ഈ പ്രോസസ്സ് ഭയങ്കര സ്ലോ ആണ്. ഞാൻ ഈ ആദ്യത്തെ കുറെ എന്റെ പടങ്ങൾക്ക് സാധാരണ എന്റെ കറക്റ്റ് റിപ്പോർട്ട്സ് ഒക്കെ വരുന്നത് വൈകിട്ടൊക്കെയാണ്. അങ്ങനെ മോർണിംഗ് ഷോ ഉണ്ടെന്നും അങ്ങനെ എന്റെ ഒരു പടങ്ങൾക്കും, ഓടിയ പടങ്ങൾക്കും ഓടാത്ത പടങ്ങൾക്കും അങ്ങനെ എനിക്ക് കറക്റ്റ് റിപ്പോർട്ട്സ് ഒന്നും കിട്ടിയിട്ടില്ല. മഹേഷിന്റെ പ്രതികാരമൊക്കെ ലാഗ് ഉണ്ടെന്നൊക്കെയാണ് മോർണിംഗ് ഷോ കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അത് എന്റെ പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫോൺ ഓഫ് ചെയ്ത് നോക്കും. എനിക്ക് മൊത്തത്തിൽ ഡിസ്കണക്ട് ആവും ഞാൻ. അപ്പം ചാക്കോച്ചനൊക്കെ പടം കഴിഞ്ഞോണ്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് രാത്രിയാണ് തിരിച്ചു വിളിച്ചത്. എനിക്ക് അങ്ങനെ പാനിക് ഉണ്ട്. ഇത് ആദ്യം അതെന്താ കാര്യം എന്നറിയോ? അതെന്താ അറിയോ? കയ്യെത്തും ദൂരത്തിന്റെ ഫസ്റ്റ് കഴിയുമ്പോൾ ഭയങ്കര അഭിപ്രായമായിരുന്നു. മോർണിംഗ് ഷോ ഭയങ്കര അഭിപ്രായമായിരുന്നു. പിന്നെ എന്റെ ലൈഫിൽ ഒരിക്കലും എന്റെ ഫസ്റ്റ് ഡേ റെസ്പോൺസ് ഞാൻ ഫോൺ ഓഫ് ചെയ്ത് വെക്കുകയോ അങ്ങനെ ആരെങ്കിലും ഒക്കെ പറഞ്ഞ് നല്ലതാണെങ്കിൽ ഇങ്ങോട്ടൊന്നും പറയുമല്ലോ, അങ്ങനെ പറഞ്ഞു തുടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. എന്നിട്ടാണ് ഞാൻ എന്റെ ഭാര്യയെ പോലും സിനിമ കാണാൻ സമ്മതിക്കുള്ളൂ. നല്ലതാണെങ്കിൽ മാത്രമേ ഞാൻ വിടുള്ളൂ, ഇല്ലെങ്കിൽ ചുമ്മാ പോയി നല്ല തീരുമാനം. ആ ദിവസത്തിന്റെ റൂട്ടീൻ അപ്പൊ കംപ്ലീറ്റ്ലി മൂവി അന്നൊരു ദിവസത്തേക്ക് ചിലപ്പോ ഉച്ചവരെയൊക്കെ മറക്കും. എന്നിട്ട് വൈകിട്ടാണ് പിന്നെ ഇതിലേക്ക് വീണ്ടും കയറുന്നത്. ഇത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്, യാതൊരു ടെൻഷനും ഇല്ല. ഇത് വേണേ മാതൃകയാക്കാവുന്നതാണ്. എനിക്ക് ടെൻഷനൊന്നുമില്ല, എന്തായാലും ഇറങ്ങി എന്തായാലും. അല്ല വരാനുള്ളത് എനിക്കൊന്ന് എല്ലാ ആക്ടേഴ്സും ഉള്ളിൽ പറയുന്നുണ്ടാവും. ഇപ്പൊ ഒരു സിനിമയല്ല, പക്ഷെ നമ്മളിപ്പം എന്തെങ്കിലും രീതിയിൽ നമ്മള് ആൾക്കാര് തിരിച്ചറിയുന്നത് തന്നെ ഒരുപാട് സിനിമകളുടെ പേരിലാണ്. ഒരു സിനിമ മാത്രമല്ല, ഒരുപാട് സിനിമകൾ ആൾക്കാരിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ആണ്. അപ്പൊ പ്രതീക്ഷയുള്ളത് ഒരു സിനിമ കൊണ്ട് ചിലപ്പം ഔട്ടായി പോകത്തില്ല, പ്രോസസ് ആയിരിക്കും. ടേക്ക് ഓഫിന്റെ സംഭവം പറയുകയാണെങ്കിൽ ഫിലിം ഫ്രട്ടേണിറ്റിയിലുള്ള എല്ലാവരും ഇതിന്റെ ട്രെയിലർ ആണെങ്കിലും ഇതിന്റെ എല്ലാ പ്രോസസ്സിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. അവര് പോസ്റ്റുകൾ ഇടുകയും അല്ലെ, അങ്ങനെ ഒരു കംപ്ലീറ്റ് സപ്പോർട്ട് ഇതിന് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഫിലിമിന്റെ മെറിറ്റ് തന്നെ ആയിരിക്കണം അതിന്റെ സൗഹൃദത്തെക്കാളും കൂടുതൽ. അതുകൊണ്ട് പക്ഷെ അതിനു മുമ്പ് ഈ പറയുന്ന പോലെ അവര് ട്രെയിലേഴ്സും ടീസേഴ്സും എല്ലാം ഷെയർ ചെയ്യുമ്പോൾ അത് രാജേഷ് പിള്ള എന്ന സംവിധായകൻ, അതായത് മലയാള സിനിമ ട്രാഫിക് തിരിച്ചുവിട്ട സംവിധായകനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അതിനപ്പുറത്തേക്ക് ഈ പടത്തിന്റെ മെറിറ്റാണ് ഇപ്പോൾ ഈ സിനിമയെ ഏറ്റവും നല്ല രീതിയിൽ ടേക്ക് ഓഫ് ചെയ്യുന്നത്. ഇപ്പം സിനിമ കണ്ടിട്ട് ഫിലിം ഫ്രാറ്റേണിറ്റിയിലുള്ള ആൾക്കാർ എന്നെ വിളിക്കുകയും അല്ലെങ്കിൽ അവർ FB ഷെയർ ചെയ്യുകയും അവരുടെ നല്ല അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ അത് ഇപ്പോൾ സംഭവിക്കുന്നത് പടത്തിന്റെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിലുള്ള റിവ്യൂസ് ഒപ്പീനിയൻസ് ആണ്. അപ്പോൾ ഈ ടേക്ക് ഓഫ് എന്ന സിനിമയുടെ ഭയങ്കര ഹിറ്റായി മുന്നോട്ട് പോകുമ്പോൾ തന്നെ സാധാരണ ഇതിൽ മറ്റ് ഇൻഡസ്ട്രിയിൽ നിന്ന് ഇതിനെ റീമേക്ക് ചെയ്യാനും അത്തരം സംഭവങ്ങളിലേക്ക് വരാറുണ്ട്. അപ്പൊ ഇത് റീമേക്ക് ചെയ്യപ്പെടാൻ താല്പര്യപ്പെടുന്നുണ്ടോ? അങ്ങനെ ഒരു തവണ ഉണ്ടായി ഇത് നമുക്ക് എങ്ങനെ നാഷണലി നാഷണലി മാത്രമല്ല, ഇറ്റ് ഷുഡ് ഗോ ഔട്ട് ഓഫ് ദ കൺട്രി. ഐ മീൻ അത്ര എഫേർട്ട് ഉണ്ട്. ഇത് തട്ടിക്കൂടി ചെയ്തൊരു സിനിമ. ഈ പടമായിട്ട് ബന്ധപ്പെട്ട് ഓരോരുത്തരും, ചാക്കോച്ചൻ തന്നെ 6 മാസത്തോളം ഈ പടത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരും അത്രയും ടൈം സ്പെൻഡ് ചെയ്തെടുത്ത് സ്ക്രീൻ പ്ലേ ആ ടൈം മുതൽ ചാക്കോച്ചൻ ഇല്ലെങ്കിൽ ഈ പ്രോജക്ട് നടക്കില്ല. ചാക്കോച്ചന്റെ ഇനിഷ്യേറ്റീവ് ആണ്. രാജേഷിന് വേണ്ടിയുള്ള
ഒരു സുഹൃത്ത് എന്നുള്ള നിലയിലുള്ള ഇനിഷ്യേറ്റീവ് ആണ്. ചാക്കോച്ചനാണ് ഈ പ്രോജക്റ്റ് ഉണ്ടാക്കിയത് തന്നെ. അപ്പൊ അതിനു വേണ്ടി നിന്ന് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് പുൾ ഓഫ് ചെയ്യാന്നുള്ളത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. അത് ബട്ടർ ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. പുറകിൽ കുറെ പേരുണ്ട് അല്ല ഉണ്ട്, തീർച്ചയായും. സഞ്ജയ് ബോബിലെ സഞ്ജയ്, പിന്നെ ഈ പറഞ്ഞ ഇവരൊന്നും ഇല്ലെങ്കിൽ ഇത്രയും നല്ലൊരു ഒരു ഒരു ക്യാരക്ടേഴ്സിനെ പ്ലേസ് ചെയ്യാൻ അല്ലെങ്കിൽ പ്ലേ ചെയ്യുന്ന ആക്ടേഴ്സിനെ കിട്ടിയില്ലെങ്കിൽ ഒരിക്കലും ടേക്ക് ഓഫ് ചെയ്യില്ല. ടേക്ക് ഓഫ് ചെയ്താൽ പോലും ചിലപ്പോൾ ക്രാഷ് ലാൻഡ് ചെയ്തേനെ. സോ അൾട്ടിമേറ്റ്ലി രാജേഷിന് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ രാജേഷിന്റെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന, രാജേഷിന്റെ കൂടെ വർക്ക് ചെയ്തവരും അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യാത്തവരും എല്ലാവരും കൂടി ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു 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 ടേക്ക് ഓഫ് ആണ് സംഭവിച്ചിരിക്കുന്നത്. അത് ഏറ്റവും നല്ല രീതിയിൽ ഗ്രാൻഡായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോറിങ് ഹയർ ആൻഡ് ഹയർ. അതെ, അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ട്രീറ്റ് പ്ലാൻ ഒക്കെ എന്താണ്? നിങ്ങളുടെ ക്രൂ എല്ലാരും കൂടെ ഞങ്ങൾ അങ്ങനെ എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പോ മഹേഷിന്റെ പ്രതികാരം കഴിഞ്ഞ് കുറച്ച് ടൈം എടുത്തിട്ടാണ് അടുത്തൊരു മൂവിയിലേക്ക് ഇത് ചെയ്യുന്നത്. ഇടയ്ക്ക് എന്താണ് ജസ്റ്റ് ബ്രേക്ക് എടുത്തൊന്ന് റിഫ്രഷ് ചെയ്തതാണോ? ഇല്ല, അത് സംഭവിച്ചതാണ്. അതെങ്ങനെ എന്ന് വെച്ചാൽ കൂടുതലും അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പണിയെടുക്കുന്നുണ്ടായിരുന്നു. വെറുതെ ഇരിക്കല്ല. തൊണ്ടി മുതലിന്റെ ഒക്കെ പ്രീ പ്രൊഡക്ഷൻ, പിന്നെ റാഫിക്കാട്. അതെ അതെ. പ്രൊജക്ട്സ് ഏതൊക്കെയാന്ന്? ഇല്ല, ഇനി റിലീസ് ആണുള്ള ഈ 2 പടങ്ങളാണ്, തൊണ്ടി മുതലും റോൾ മോഡൽസ്. അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നുള്ളൂ. ഓക്കെ. ചെറിയൊരു തമിഴ് പടം ചെയ്യുന്നു. അതെ. അപ്പൊ പുള്ളി സ്ഥലത്തില്ലായിരുന്നു. അപ്പൊ ഇതിന്റെ റിവ്യൂസ് ഒക്കെ കേട്ട് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് മുങ്ങിയതാണ്. ഇങ്ങനെ പിടിച്ചു തിരിച്ചു വന്ന ഞാൻ ചെന്നൈയിലായിരുന്നു. ഇതിന്റെ റിലീസിന്റെ അന്ന് ഞാൻ ചെന്നൈയിലായിരുന്നു. ഓക്കെ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് കോട്ടയത്താണോ? ഞാനില്ലായിരുന്നു. അല്ല, അന്ന് ഷാനു അന്നില്ലായിരുന്നു. ഷാനു അന്ന് രാത്രി എത്തുമായിരുന്നു. ചാക്കോച്ചനും പാറുവായിരുന്നു. എന്നും പാർവതി മഹേഷും ഒക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ. അവിടെ നിന്നുള്ള ലൈവ് റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ പടം കണ്ടു കഴിഞ്ഞ് ആൾക്കാർ എണീറ്റ് നിന്ന് കൈയടിക്കുന്നു. അല്ലെങ്കിൽ സമീറയുടെയും അല്ലെങ്കിൽ ഷാനുവിൻ്റെയും മനോജ് അബ്രഹാമിൻ്റെയും ഷഹീദിൻ്റെ ഒക്കെ ഡയലോഗുകൾക്ക് ആൾക്കാർ ഏറ്റവും നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യുന്നു, റെസ്പോണ്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു വളരെ പതുക്കെ തുടങ്ങി ഗ്രിപ്പ് ചെയ്ത് അപ്പായി പോകുന്നൊരു ഗ്രാഫ് ഈ സിനിമയ്ക്കുണ്ട്. അത് ഈ പറയുന്ന പോലെ സിനിമ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും എണീറ്റ് നിന്ന് കൈയടിക്കുന്ന കാണുമ്പോൾ അത് നമ്മൾ കൈയടിക്കടാന്ന് പറഞ്ഞ് കൈയടിപ്പിക്കുന്നതല്ല. അത് മനസ്സറിഞ്ഞ് നൽകുന്ന ഒരു അഭിനന്ദനമാണ്. അപ്പം അത് ഓൺ ദ സ്പോട്ട് നമ്മളത് ആ ഒരു ഫീഡ്ബാക്ക് അത് ഏറ്റുവാങ്ങി ഒരു ഒരു ഫീലാണ് അത്. പ്രത്യേകിച്ച് രാജേഷിന് വേണ്ടി ആകുമ്പോൾ ഇറ്റ് ഈസ് ക്ലോസ് ടു അവർ ഹാർട്ട്. അതിൽ ഒരു ആക്ടറിന് ഇപ്പം സ്റ്റേജ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാകാറുള്ളൂ. ഇപ്പം ഒരു നന്നായി പെർഫോം ചെയ്യുമ്പോൾ അപ്പം തന്നെ കൈഡി കിട്ടുമല്ലോ. ഇതിൽ ഫോറിൻ ഓഫീസറായിട്ട് ചെയ്തിരിക്കുന്നത് സ്റ്റേജ് പ്രകാശ് ബൽവാടി, ഭയങ്കര പോപ്പുലർ, നാഷണൽ ലെവലിലൊക്കെ സ്റ്റേജ് ചെയ്യുന്ന ആളാണ്. ബോളിവുഡിലും കുറെ സിനിമകളൊക്കെ ചെയ്യുന്നത്. എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായത്? ഓരോരുത്തർക്കും പുള്ളി ഭയങ്കര ഈസി ആയിട്ടാണ്. ഞാൻ മഹേഷിനോട് ചോദിച്ചു, പുള്ളി സ്ക്രിപ്റ്റ് ഒക്കെ അയച്ചു കൊടുത്തു. പറഞ്ഞു ഒന്നും അയച്ചു കൊടുത്തില്ല. പുള്ളി ചോദിച്ചു വാട്ട് റോൾ എം ഐ പ്ലേയിങ് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഫോറിൻ സെക്രട്ടറി ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഐ എം കമ്മിങ്. അതാ പുള്ളിയുടെ ആകെ പ്രിപ്പറേഷൻ അതാണ്. ഫോറിൻ സെക്രട്ടറി ആണ്. ഡയലോഗ്സ് വരെ, മലയാളത്തിലുള്ള ഡയലോഗ്സ് വരെ ഷോർട്ടിന് ഒരു 10-15 മിനിറ്റ് മുമ്പ് കൊടുക്കുകയും അത് നോക്കി അത്ര ഈസി ആയിട്ടാണ് പുള്ളി അത് ചെയ്തത്. സതീഷ് ശർമ്മ എന്ന് പറഞ്ഞിട്ട് ശുക്ല എന്ന് പറഞ്ഞ റോൾ ചെയ്ത ഒരാളുണ്ട്. ഈസ് അഗൈൻ ഈ ബോംബെയിലൊക്കെ ആഡ്സ് ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പം പുള്ളിയും ഭയങ്കര സർപ്രൈസ് ചെയ്യുന്ന ഒരു ആക്ടറായിരുന്നു. ഓക്കെ. അപ്പോൾ ചാക്കോച്ചന്റെ അടുത്ത പ്രൊജക്ട്സ് വരാനിരിക്കുന്നത് ഇനിയിപ്പം രഞ്ജിത് ശങ്കറിന്റെ രാമന്റെ ഏതും തോട്ടമാണ് ഇനി അടുത്ത് റിലീസ് ചെയ്യാനുള്ള സിനിമ. പിന്നെ സുബീദിന്റെ ഒരു പടം ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് തമിഴ്, തെലുങ്ക് നേരത്തെ പറഞ്ഞത്. ചാക്കോച്ചിന് ഇവിടെ പടമുണ്ട്, നമുക്കില്ലാത്തതാണ്. ഓക്കെ. അപ്പോൾ ടേക്ക് ഓഫിന്റെ എല്ലാ ക്രൂ മെമ്പേഴ്സിനും, ഫഹദിനും, ഇതിന്റെ മഹേഷ് നാരായൺ, ചാക്കോച്ചൻ, ഇതിലെ എല്ലാ ക്രൂ മെമ്പേഴ്സിനും ആസ് എ പ്രേക്ഷകന്റെ റെപ്രസെന്റേറ്റീവ് എന്ന രീതിയിൽ താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്.